പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ നവംബർ മാസം 8-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കർത്താവിന് സ്തോത്രം ചെയ്യുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് അല്പസമയം കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരം ഉയർത്തി പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. ഇന്നലത്തെ സഭായോഗത്തെ അനുഗ്രഹപൂർണ്ണമാക്കി തീർത്തതിന് ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് പറ, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞ് ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയണം കേട്ടോ. കർത്താവെ, രാത്രിയിൽ നല്ല ഉറക്കം തന്നതിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ ഉറങ്ങാൻ സഹായിച്ചതിന് സ്തോത്രം, സ്വസ്ഥതയോടെ ഉറങ്ങാൻ സഹായിച്ചതിന് സ്തോത്രം. അങ്ങയുടെ സംരക്ഷണത്തിനകത്തുറങ്ങാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നതിന് സ്തോത്രം സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ ഉണർന്നതല്ല, കർത്താവ് ഞങ്ങളെ ഉണർത്തിയതാണ്. ഈ പ്രഭാതത്തിൽ കരങ്ങളെ ഉയർത്തി പറ, ഞാൻ ഉണർന്നതല്ല, യേശുവ എന്നെ ഉണർത്തിയതാണ്. അവൻ കർത്താവ് എന്നെ ഉണർത്തിയതിനായിട്ട്, യേശു എന്നെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. അപ്പാ, ഈ പകൽക്കാലവും കരങ്ങളെ ഉയർത്തിയിട്ട് കർത്താവെ, അങ്ങനെ യേശു ക്രിസ്തുവിൽ ജയോത്സവമായി ഈ പകൽക്കാലം നടത്തുന്നതിന് സ്തോത്രം. ഇന്നത്തെ പകൽക്കാലത്ത് എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ എന്നെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവെ അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അവൻ സങ്കീർത്തനക്കാരൻ 146 സങ്കീർത്തനത്തിൽ പറഞ്ഞു, യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക, ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിനെ ഞാൻ കീർത്തനം ചെയ്യും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങിയാട്ട്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിവരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആത്മശക്തിയാൽ നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ഇൻഫ്ലുവൻസിനകത്തേക്ക് വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശബ്ദത്തിൻ പരിധിയിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങൾക്കകത്ത് ആത്മാവിൻ്റെ പകർച്ചയുണ്ടാകട്ടെ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള തിരുവെഴുത്ത് പ്രകാരം ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയട്ടെ. ദൈവത്തിൻ്റെ ആത്മശക്തിയിൽ നിറഞ്ഞാനന്ദിക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് രോഗികളായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശരീരം ആരോഗ്യമുള്ളതായി തീരട്ടെ. അവൻ ശരീരം ആരോഗ്യമുള്ളതായി തീരട്ടെ. ഈ ശരീരം യൗവനം കഴുകനെ പോലെ പുതുകി വരുന്നത് പോലെ ഈ ശരീരം പുതുകി വരട്ടെ. ഈ ശരീരം പുതുകി വരട്ടെ. എല്ലാ ബലഹീനതകളും മാറട്ടെ. കൈകാലുകളുടെ പെരുപ്പുകളും വേദനകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ക്ഷീണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ആമേൻ. നെഞ്ചിനകത്തുള്ള അസ്വസ്ഥതകൾ, തലയ്ക്കകത്തുള്ള അസ്വസ്ഥതകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ വൈബ്രന്റ് ഹെൽത്തി ആയി തീരട്ടെ. പൂർണ്ണ ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ തന്നെ മക്കളുടെ മേൽ പകർന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, ജനറൽ ഹെൽത്ത് കർത്താവേ എല്ലാം നോർമലായിത്തീരുന്നതിന് സ്തോത്രം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ നോർമലായിത്തീരട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ബിസിനസ്സിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ കരമോടെ പ്രവർത്തിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ്സിനകത്ത് വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ. ബിസിനസ്സിനകത്ത് വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ. ആമേൻ. പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകട്ടെ. ആമേൻ. പുതിയ വഴികൾ തുറന്നു വരട്ടെ. ആമേൻ. ആ കൊടുക്കേണ്ട പൈസകൾ തക്ക സമയത്ത് കൊടുക്കത്തക്ക വിധത്തിൽ ആമേൻ സമ്പത്ത് കയ്യിലേക്ക് വരട്ടെ. അതിനുള്ള ഇൻകം റിസോഴ്സുകൾ ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഭവനം പണി ആരംഭിച്ച് അത് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവരെയെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം.
പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുക. ആമേൻ. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന. നിനക്കുള്ളവർ ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദൈവിക വാഗ്ദത്തമാണിത്. നിനക്കുള്ളവർ ആകാശത്തിൻ്റെ അറുതി വരെ, അതായത് എത്ര ദൂരത്തിൽ ചിതറിപ്പോയാലും, എത്ര ദൂരത്തിൽ ആമേൻ പോയാലും അവിടുന്ന് എല്ലാം തിരിച്ചു കൊണ്ടുവരുവാൻ ഈ കർത്താവിന് കഴിയും. അവന് പുനഃസ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത വിധം ഒന്നും ചിതറിപ്പോയിട്ടില്ല, നഷ്ടപ്പെടുകയോ പോവുകയോ അല്ലെങ്കിൽ വളരെ അകലെയായി പോവുകയോ ചെയ്തിട്ടില്ല. ഇന്ന് നമുക്ക് തോന്നിയേക്കാം നമ്മുടെ അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലരും അകന്നുപോയി, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് നമ്മളിൽ നിന്ന് ചിതറിപ്പോയി, ബന്ധങ്ങൾ തകർന്നുപോയി, സ്നേഹങ്ങൾ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നമ്മളിൽ നിന്ന് വളരെ അകലത്തിലായിപ്പോയി എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്തൊക്കെ എത്ര അകലെ പോയെന്ന് തോന്നിയാലും കർത്താവിനൊന്നും അസാധ്യമല്ല. മടക്കി കൊണ്ടുവരുവാൻ, പുനഃസ്ഥാപിക്കുവാൻ, റീസ്റ്റോർ ചെയ്യുവാൻ കർത്താവിന് ഒന്നും അസാധ്യമല്ല. ഭൂമിയുടെ അറ്റങ്ങളിൽ പോയാലും കർത്താവ് എന്തു ചെയ്യും? ഞാൻ തിരികെ ശേഖരിക്കും, ഞാൻ നിങ്ങളുടെ യഥാർത്ഥ സ്ഥലത്ത് കൊണ്ടുവരും. ഇത് ഒരു മനുഷ്യൻ്റെ വാഗ്ദത്തമല്ല, ഇത് ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയായാലും അകന്നുപോയി, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി, കുഞ്ഞുങ്ങൾ അകന്നുപോയി, സാമ്പത്തികം അകന്നുപോയി, നന്മകൾ അകന്നുപോയി എന്നൊക്കെ ഭാരപ്പെട്ടിരിക്കുകയാണോ? ഇന്ന് പകൽക്കാലം ഈ ആവർത്തന പുസ്തകം 30-4 പറഞ്ഞിട്ട് വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്യുക, ഒന്നും അകന്നു പോകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം മടങ്ങി വരും. എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ മടങ്ങി വരും. ചെറിയ രീതിയിലല്ല കർത്താവ് റീസ്റ്റോർ ചെയ്യുന്നത്. കർത്താവ് റീസ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ബ്ലെസ്സിങ്സിലേക്ക് തന്നെ ഹല്ലേലൂയ തിരിച്ചു കൊണ്ടുവരും. അത് ബന്ധങ്ങളായാലും മാന്യതകളായാലും നന്മകളായാലും എന്തെങ്കിലും കോൺട്രാക്റ്റുകളായാലും തുറന്ന വാതിലുകൾ അടഞ്ഞുപോയി എന്ന് തോന്നിയാലും അതെല്ലാം മടക്കി കൊണ്ടുവരാൻ ഈ കർത്താവിന് കഴിയും. കർത്താവിന് ദൂരം ഒരു പ്രശ്നമല്ല. നമ്മൾ പറയും, അയ്യോ അത്രയും അകന്നുപോയി, ഒത്തിരി കാലമായി അത് തകർന്നു പോയിട്ട്. നോ ദൂരം ഒരു പ്രശ്നമല്ല. നമുക്ക് തോന്നും ദൂരമായി പോയി, ഇനിയിപ്പോൾ പ്രയാസമായിരിക്കും, ചിതറിപ്പോയി. പക്ഷെ കർത്താവിന് അതൊന്നും ഒരസാധ്യമല്ല. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കർത്താവാണ് അത് മുൻകൈ എടുക്കുന്നത്. ഇന്ന് നമ്മൾ ഈ വചനം പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തു പറ്റും? കർത്താവാണ് അതിന് മുൻകൈ എടുത്ത് ആ കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി തരുന്നത്. ജോസഫിനെ സംബന്ധിച്ച് ജോസഫ് കണ്ട സ്വപ്നം നിവൃത്തിയാകാൻ എന്തുമാത്രം സമയമെടുത്തു. ജോസഫ് എവിടെയൊക്കെ ചിതറിപ്പോയി. പക്ഷെ അതിനകത്തു നിന്നൊക്കെ ജോസഫിനെ മടക്കി കൊണ്ടുവന്ന് കുഴിക്കകത്തുനിന്നും കാരാഗ്രഹത്തിനകത്തുനിന്നും ഒക്കെ മടക്കി കൊണ്ടുവന്ന് ജോസഫിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ കൊണ്ടുവരുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ജീവിതം അതുപോലെ തന്നെ അത്ഭുതകരമായി ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരും. ഇയ്യോബിൻ്റെ ചരിത്രം നോക്കിക്കേ. ഇയ്യോബിന് ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിലും ഹല്ലേലൂയ. പക്ഷേ കർത്താവിൻ്റെ പ്രത്യേകത എന്തുവാ? കർത്താവ് ഇരട്ടിയായി മടക്കി കൊണ്ടുവന്നു, മാന്യത ഇരട്ടിയായി മടക്കി കൊണ്ടുവന്നു. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയാണോ? കർത്താവെ, അത് അകന്നു പോയല്ലോ, അത് നഷ്ടപ്പെട്ടു പോയല്ലോ, അത് അങ്ങ് ദൂരെയായി പോയല്ലോ, ഇനി അത് നടക്കുമോ എന്നുള്ള ഭാരത്തിലാണോ ഇരിക്കുന്നത്? ആമേൻ. പ്രിയപ്പെട്ടവരെ, ധൈര്യമായിട്ടിരിക്കെ. കർത്താവ് മടക്കി കൊണ്ടുവരാൻ മതിയായവനാണ്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തിയിട്ട് ഒന്ന് പറഞ്ഞ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ അകന്നുപോയോ, എന്തൊക്കെ നന്മകൾ അകന്നുപോയോ, എന്തൊക്കെ അനുഗ്രഹങ്ങൾ അകന്നുപോയോ, അതെല്ലാം മടങ്ങി വരും. യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം യഥാസ്ഥാനപ്പെടും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവം അതെല്ലാം അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് മടക്കിക്കൊണ്ടിരുന്നതിനായി സ്തോത്രം. നമുക്ക് ഒരുമിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, ആവർത്തന പുസ്തകം 30-4 വാഗ്ദത്തത്തിനായിട്ട് നന്ദി. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ ചിതറിപ്പോയതായ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. കുഞ്ഞുങ്ങൾ മടങ്ങി വരട്ടെ, സാമ്പത്തികം മടങ്ങി വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യം മടങ്ങി വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അവസരങ്ങൾ മടങ്ങി വരട്ടെ, അവരെക്കുറിച്ചുള്ള ദൈവിക പ്ലാനുകളിലേക്ക് അവർ കയറി വരട്ടെ. കർത്താവെ, അങ്ങിവർക്കായി എന്ത് പ്ലാൻ ചെയ്ത്
ചെയ്തിരിക്കുന്നു. അത് അവരിലേക്ക് മടങ്ങി വരുന്നതിനായി സ്തോത്രം. പിതാവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഈ ദിവസങ്ങളിൽ ആമേൻ വലിയൊരു മടക്കി കൊണ്ടുവരുക, യഥാസ്ഥാപനം സംഭവിക്കുന്നതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അവനെ എത്ര ദൂരെ പോയാലും അവന് മടക്കി കൊണ്ടുവരാൻ കഴിയും കേട്ടോ. ഇന്ന് ആവർത്തനം 30:4 വീണ്ടും വായിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടായോ? അങ്ങനെയെങ്കിൽ ഇതുപോലെ സമാധാനമില്ലാതെ എത്രയോ പേരുണ്ട്. അവരിലേക്ക് ഈ വചനം നിങ്ങളൊന്ന് പകർന്നു കൊടുക്കുമോ? അവർക്കും സമാധാനം കൊടുക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.